കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ സുനന്ദൻ്റെ അമ്മനെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്തായാലും ഞാൻ പോകും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവനെ കണ്ടുകൂടാ, നിങ്ങൾക്ക് കണ്ടുകൂടെങ്കിൽ വേണ്ട, ഇത് എൻ്റെ ജീവിതമാണ്, ഞാനെടുത്ത് തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയും. അങ്ങനെ മോള് പോകുന്ന ഉറപ്പായപ്പോൾ അമ്മ അവസാനം തടവെടുക്കണ്. എന്തായാലും ഇവൾ പോയാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ അതിൻ്റെ അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയൂടി എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആ അമ്മ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് കയ്യിലെ ഞരമ്പ് മുറിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഏതൊരു മോളും പോകില്ലല്ലോ, എന്നെ കൊന്നിട്ട് എൻ്റെ മരണം കണ്ടിട്ട് നീ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുനന്ദനെ അവിടെ പിടിച്ചു നിർത്തും. പിന്നീട് പൂജാരി വന്നു കഴിഞ്ഞിട്ട് നിധിനൊക്കെ വഴക്ക് പറയുന്നു, നിങ്ങളുടെ സൗകര്യം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അരമണിക്കൂറും കൂടെ കാക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നടടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ആ താലി സുധീഷിൻ്റെ നിധിരെ കൈ കൊടുക്കും. അപ്പോൾ ഏട്ടത്തി വിഷമിക്കേണ്ട, സത്യം ഞങ്ങൾക്കറിയാം സുനന്ദയുടെ സ്വഭാവം, ഞങ്ങൾ ഇന്നും നിലയും തുടങ്ങി കാണുന്നതല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ സുനന്ദയുടെ വീട് കാണിക്കുന്നുണ്ട്. സുനന്ദ അങ്ങനെ പോകാണ്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നിധി ഫോൺ വിളിക്കുന്നുണ്ട്. നിധിയുടെ നമ്പർ നിധീനെ കണ്ടോടുകൂടി ആ ഫോൺ തല്ലി പൊളിക്കുന്നു അമ്മ. എന്നിട്ട് പറയും, ഈ മൂദേവി വന്ന് കയറിയതിന് ശേഷമാണ് നിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വന്നത്, നീ ഞങ്ങളോട് ഇങ്ങനെ എതിര് പറഞ്ഞതല്ല, അമ്പലത്തിൽ വെച്ച് അവൾ എന്നോട് താറുതല പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ തല്ലി തകർക്കും. പിന്നീട് സുഭാഷ് ഇങ്ങനെ ഒരു ജീവച്ചാവം പോലെ ഇരിക്കുന്നു. അപ്പോൾ സുഭാഷിന് എന്ത് ചെയ്യുന്നറിയാണ്ട് വിഷമായിട്ടിരിക്കുന്നു. മുഖത്ത് പോലും നോക്കാൻ പറ്റണില്ല നിധിക്ക് സുഭാഷിൻ്റെ. അതിനുശേഷം വീണ്ടും സുനന്ദനെ കാണിക്കുന്നത്, നീ പോയിട്ടുണ്ടെങ്കിൽ ഞാനും നിൻ്റെ അച്ഛനും ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് സുഭാഷിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിധി പൊട്ടിക്കരയിന്, സുഭാഷ് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ, അവൾ എന്നോട് എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഞങ്ങളെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഭാഷ് ചേട്ടാ, ഞാനിത് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഞാൻ വിഷമിപ്പിച്ചു, ഞാൻ കാരണമല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്, അവൾ ചതിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് സൂക്ഷിച്ച് നോക്കി കാണും, അതാവും ഏട്ടത്തി വിഷമിക്കേണ്ട, ഏട്ടത്തി എന്തിനാ കരയണേന്നൊക്കെ ചോദിച്ച് അനിയന്മാർ നിധിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷും പറയുന്നുണ്ട് നിധിയോട്, മോളെ ഇന്ന ആളെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ മറികടന്ന് ഓരോന്ന് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, നമുക്ക് അതിനൊരു വിഷമമില്ല, അവൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി, മോളത്രയും നിർബന്ധിച്ചത് കൊണ്ട് മോളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്, മോളിങ്ങനെ കുട്ടികളെ പോലെ കരയരുത്, നീ കരയുന്നുണ്ടാലേ ഏട്ടന് വിഷമാവുള്ളൂ കേട്ടോ, നീ കരയല്ലേ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, അതേ ഏട്ടത്തി, ഞങ്ങൾ അവൾ ഇന്നലെ തുടങ്ങി കാണുന്നതൊന്നല്ലല്ലോ, സുനന്ദേച്ചി അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നിധിക്ക് മാറ്റമൊന്നും വന്നില്ല, നിധി ഭയങ്കര കരച്ചിലേക്കിന്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സുഭാഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത്, ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അത് നമ്മുടെ നിധി ഈ സുഭാഷിൻ്റെ മുന്നിൽ കൈ കൂപ്പി തൊഴുണ്, പൊട്ടിക്കരയിന്. അങ്ങനെ പറയും, എടാ നീ നിധിനെയും കൊണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഒന്ന് സംസാരിച്ചിട്ട് വന്നേന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിധിയോട് നമ്മുടെ സുധീഷ് പറയുന്നേ, നിധിക്ക് ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ ഞങ്ങളെ എൻ്റെ വീട്ടുകാരോട്, എൻ്റെ ഏട്ടനോടും അതുപോലെ തന്നെ എൻ്റെ അനിയന്മാരോടും, എന്നോട് അത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും നിധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നിധി വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയും. അപ്പോൾ നിധിയുടെ മനസ്സിൽ ഇത് തുറന്ന് പറയണേ, ഞാനിവിടുന്ന് പോയാലും ഈ വീട്ടിലൊരു പെണ്ണ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഈ വീട്ടിലൊരു ഒരു പേരുദോഷം പോയില്ലേ, ഞാനിവിടുന്ന് പോകുമ്പോൾ ആ പേരുദോഷം നിങ്ങൾക്ക് വീണ്ടും വരില്ലേ, ഞാൻ കാരണം അതുണ്ടാവരുതെന്ന് വിചാരിച്ചു, മറ്റൊരു പെൺകുട്ടി എൻ്റെ സ്ഥാനത്ത് ഈ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ദോഷം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ പോയി കഴിഞ്ഞാലും സുനന്ദ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ പേരുദോഷം മാറി കിട്ടും, അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുധീഷിൻ്റെ നെഞ്ചിലൊരു ഇടി കിട്ടിയ പോലെ ആവും, കാരണം സുധീഷ് ആകെ വിഷമിക്കും. അപ്പോൾ നിധിയുടെ മനസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു ചിന്തയാണല്ലേ എന്ന്. അപ്പോൾ സുധീഷ് ചോദിക്കും, അത് ശരി, അപ്പം തനിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് ഇവിടുന്ന് പോകണം എന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ പോകാണ്ട് പറ്റുമെന്ന് ചോദിക്കും. അത് ശരി, ഞാൻ എൻ്റെ ചേട്ടനെയും എൻ്റെ അനിയന്മാരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് സ്നേഹമില്ലെങ്കിലും ഞാൻ വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഇവിടെ നിൽക്കണമെന്ന്. അപ്പോൾ സുഭാഷേട്ടൻ്റെ കല്യാണം നടത്താൻ താൻ തീരുമാനിച്ചത് ഇതിൻ്റെ പേരിലാണല്ലേ, ഇതായിരുന്നല്ലേ തൻ്റെ മനസ്സിലിരിപ്പെന്നൊക്കെ ചോദിച്ച് ചങ്ക് തകർന്നിങ്ങനെ സുധീഷ് നിധിയുടെ മുന്നിൽ നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.